അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 17-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. ധന്യസ്സു ചാരു സർവാംഗാ സഭാഗ്യോഹം ധരാതലേ പ്രീതിപാത്രം യതോ ജാതോ ഭവതി നാമ കൃത്രിമം. ഭവതീഭിഃ കൃപാം കൃത്വാ രക്ഷണീയം വ്രതം മമ. ഭവിഷ്യാമി മഹാഭാഗാ പതിരപ്യന്യജന്മനി. അഷ്ടാവിംശേ വിശാലാക്ഷ്യോ ദ്വാപരേസ്മിൻ ധരാതലേ ദേവാനാം കാര്യസിദ്ധ്യർത്ഥം പ്രഭവിഷ്യാമി സർവഥാ. തദാ ഭവത്യോ മദ്ദാരാ പ്രാപ്യ ജന്മ പൃഥക് പൃഥക് ഭൂപതീനാം സുതാ ഭൂത്വാ പത്നീഭാവം ഗമിഷ്യഥാ. ഇത്യാശ്വാസ്യ ഹരിസ്താസ്തു പ്രതിശ്രുത്യ പരിഗ്രഹം വ്യസർജയത്സ ഭഗവാൻ ജഗ്മുശ്ച വിഗതജ്വരാ. ഏവം വിസർജിതാസ്തേനാ ഗതാ സ്വർഗം തദാംഗനാ. ശക്രായ കഥയാമാസു കാരണം സകലം പുനാ. ആശ്രുത്യമഖവാംസ്താഭ്യോ വൃത്താന്തം തസ്യ വിസ്തരാത്. തുഷ്ടാവതം മഹാത്മാനം നാരീർദൃഷ്ട്വാ തഥോർവശീ. ഇന്ദ്ര ഉവാച അഹോ ധൈര്യം മുനേ കാമം തഥൈവ ച തപോബലം. യേനോർവശ്യ സ്വതപസാ താദൃഗ്രൂപാ പ്രകൽപ്പിതാ. ഇതി സ്തുത്വാ പ്രസന്നാത്മാ ബഭൂവ സുരരാട്ടതാ. നാരായണോപി ധർമാത്മാ
തപസ്യഭിരതോഭവൽ. ഇത്യേതൽ സർവമാഖ്യാതം മുനേർവൃത്താന്തമദ്ഭുതം നാരായണസ്യ സകലം നരസ്യ ച മഹാമുനേ. തൗ ഹി കൃഷ്ണാർജുനൗ വീരൗ ഭൂഭാരഹരണായ ച ജാതൗ തൗ ഭരതശ്രേഷ്ഠാ ഭൃഗോ ശാപവശാദിഹ. രാജോവാച കൃഷ്ണാവതാരചരിതം വിസ്തരേണ വദസ്വ മേ. സന്ദേഹോ മമ ചിത്തേസ്തി തം നിവാരയ മാനദ. യയോ പുത്രത്വമാപന്നൗ ഹര്യനന്ദൗ മഹാബലൗ ദേവകീ വസുദേവൗ തൗ ദുഃഖഭാജൗ കഥം മുനേ. കംസേന നിഗടേ ബദ്ധൗ പീഡിതൗ ബഹുവത്സരാൻ. യയോ പുത്രോ ഹരി സാക്ഷാൽ തപസാ തോഷിതോഭവൽ. ജാതോസൗ മധുരായാം തു ഗോകുലേ സ കഥം ഗതാ. കംസം ഹത്വാ ദ്വാരവത്യാം നിവാസം കൃതവാൻ കഥം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 17-ാമത്തെ അധ്യായം 4-ാമത്തെ സ്കന്ധം 13-ാമത്തെ ശ്ലോകം മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി സമർപ്പിക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നിങ്ങളുടെ നിഷ്കളങ്ക പ്രേമത്തിനു ഹേതു ഞാനും ധന്യനായി ഭാഗ്യമുള്ളവനായി ലോകത്തിൽ. കൃപയോടെ മമ വ്രതം സംരക്ഷിക്കൂ ദേവിമാരെ. മറ്റൊരു ജന്മത്തിൽ ഞാൻ ഭർത്താവായിടാം. 28-ാമത്തെ ദ്വാപരയുഗത്തിൽ ഞാനോ ദേവകാര്യസാധ്യത്തിനായി അവതരിക്കും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അന്നു നിങ്ങളെന്നൂടെ ഭാര്യമാരായി തീരും നൂനം. രാജപുത്രിമാരായി നിങ്ങൾ എന്നെ വേട്ടിടും. ഈ വിധത്തിൽ ആശ്വാസവാക്കുകളെ പറഞ്ഞു മുനി. മനക്ലേശമില്ലാതവർ തിരിച്ചുപോയി. തിരിച്ചു സ്വർഗത്തിലെത്തി വൃത്താന്തങ്ങൾ ദേവേന്ദ്രനെ ധരിപ്പിച്ചു സ്വർഗസുന്ദരികളാമവർ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാരായണ ചരിത്രത്തെ കേട്ട ഇന്ദ്രൻ ഉർവശ്യാദി നാരിമാരെ നോക്കി മുനിയെയും സ്തുതിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, ഉത്തമമാം മനോധൈര്യം തപശക്തി അത്യത്ഭുതം ഉർവശിയെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞുവല്ലോ. ദേവേന്ദ്രനോ ഈ വിധത്തിൽ മുനിയെയും സ്തുതിച്ചല്ലോ. ദേവദേവൻ നാരായണൻ തപം തുടർന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
നരനാരായണ മുനിമാരുടെ സൽചരിത്രത്തെ നേരായി ഞാൻ പറഞ്ഞല്ലോ ജനമേജയ. അവർ പിന്നെ ഭൂഭാരത്തെ തീർക്കാനായി ഭൃഗുവിൻ്റെ ശാപം കൊണ്ടു കൃഷ്ണാർജുനന്മാരായി പിറന്നു. രാജാവ് പറഞ്ഞു, കൃഷ്ണാവതാര കഥയെ എനിക്കായി പറയണം. കൃഷ്ണൻ പ്രതിയൻ സംശയം തീർത്തു തരേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അനന്തനും ഹരിതാനും ആരുടെ പുത്രരായി മാറി അവർക്കു ദുഃഖമുണ്ടാകാൻ കാരണമെന്ത്? തപസ്സിനാൽ സന്തോഷിച്ചു ഹരിയാർക്കു പുത്രനായി അവരെ കംസൻ ചങ്ങല കൊണ്ടു ബന്ധിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അനന്തനും ഹരിതാനും ആരുടെ പുത്രരായി മാറി അവർക്കു ദുഃഖമുണ്ടാകാൻ കാരണമെന്ത്? തപസ്സിനാൽ സന്തോഷിച്ചു ഹരിയാർക്കു പുത്രനായി അവരെ കംസൻ ചങ്ങല കൊണ്ടു ബന്ധിച്ചു. മധുരയിൽ ജനിച്ചവൻ ഗോകുലത്തിലെത്തിയതും കംസവധശേഷം ദ്വാരകയിലെത്തിയതും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാളീ ശരണം, കാളീ ശരണം, ഭദ്രകാളീ ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയുടെ 384 ദിവസം 17 അധ്യായത്തിൽ 4 സ്കന്ധം 13 ശ്ലോകം മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇപ്പോൾ വിചാരം ചെയ്യുന്നത്, അർത്ഥത്തിലേക്ക് കടക്കുന്നത്. ധന്യസുചാരു സർവാംഗ സഭാഗ്യോഹം ധരാതലേ പ്രീതിപാത്രം യതോ ജാതോ ഭവതീനാമകൃത്രിമം. അവിടെ നാരായണമുനി സ്വർലോകത്തു നിന്ന് വന്ന സുന്ദരികളോട് പറയുകയാണ്, നിങ്ങളുടെ അകൃത്രിമമായിരിക്കുന്ന ഭവതീനാം അകൃത്രിമം, ആ അകൃത്രിമമായ പ്രേമത്തിന് പാത്രീഭൂതനായതുകൊണ്ട് ഞാൻ ധന്യനാണ്
സർവാംഗസുന്ദരനും സുചാരു സർവാംഗ സഭാഗ്യോഹം ധരാതലെ, ഈ ഭൂമിയിൽ ഞാനാണ് ഏറ്റവും ഭാഗ്യമുള്ളവൻ. ഭവതീഭി കൃപാം കൃത്വാ രക്ഷണീയം വ്രതം മമ, നിങ്ങൾ കൃപ കാണിച്ചിട്ട് എൻ്റെ വ്രതത്തെ സംരക്ഷിക്കണം. എന്താണ് എൻ്റെ വ്രതം? ഭാര്യമാര് വേണ്ട എന്നുള്ള വ്രതം. ഭവിഷ്യാമി മഹാഭാഗ പതിരപ്യന്യജന്മനി, ഞാൻ നിങ്ങളുടെ ഭർത്താവായിട്ട് തീരും മറ്റൊരു ജന്മത്തിൽ. അത്രേ പറ്റുള്ളൂ. ഹേ മഹാഭാഗാഹ, ഭാഗ്യവതികളെ. എപ്പോഴാ അതുണ്ടാവുക? അഷ്ടാവിംശേ വിശാലാക്ഷിയോ ദ്വാപരേസ്മിൻ ധരാതലെ, ഹേ വിശാലാക്ഷിമാരെ, വിശാലമായ കണ്ണുകളോടുകൂടിയവരെ, സുന്ദരിമാരെ, 28ാമത്തെ ചതുർയുഗത്തിൽ ദ്വാപരത്തിൽ ഞാൻ ഭൂമിയിൽ ദേവാനാം കാര്യസിദ്ധ്യർത്ഥം, ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി ഞാൻ ഭൂമിയിൽ പ്രഭവിഷ്യാമി സർവഥ, ദേവകാര്യമെല്ലാം സാധിക്കുന്നതിനു വേണ്ടി ഞാൻ ഭൂമിയിൽ ജനിക്കും. തഥാ ഭവത്യോ മദ്ദാരാം, അപ്പൊ നിങ്ങളൊക്കെ എൻ്റെ ദാരങ്ങളായി, എൻ്റെ ഭാര്യമാരായിട്ട് തീരും. പ്രാപ്യജന്മ പൃഥക് പൃഥക് ഭൂപതീനാം സുതാഭൂത്വ പത്നീഭാവം ഗമിഷ്യത, ഓരോരോ രാജാക്കന്മാരുടെ പുത്രിമാരായി പ്രത്യേകം പ്രത്യേകം ജന്മമെടുത്ത് എൻ്റെ പത്നിമാരായിട്ട് തീരും. ഇത്യാശ്വാസ്യ ഹരിസ്താസ്തു പ്രതിശ്രുത്യ പരിഗ്രഹം വ്യസർജയൽ സ ഭഗവാൻ ജഗ്മുശ്ച വിഗതജ്വരാ, ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു, പത്നീപദം ഉറപ്പു നൽകി. എന്നിട്ട് ആ നാരായണ മുനി അവരെ പറഞ്ഞയച്ചു. അവരോ ആ വിഗതജ്വരാഹ, ഒട്ടും തന്നെ മനക്ലേശമില്ലാതെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഏവം വിസർജിതാസ്തേനാഗതാ സ്വർഗം തദാംഗന, സ്വർഗത്തിലെത്തിയ ആ സ്വർഗസുന്ദരിമാര് ഈ തരത്തിൽ നാരായണമുനി പറഞ്ഞുവിട്ട് സ്വർഗത്തിലെത്തിയപ്പോൾ അവര് ശക്രായ കഥയാമാസു, ശക്രനോട് കഥ പറഞ്ഞു. കാരണം സകലം പുന, ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം ഒന്നൊഴിയാതെ ദേവേന്ദ്രനെ ധരിപ്പിച്ചു, പറഞ്ഞു കേൾപ്പിച്ചു. ആശ്രുത്യമഘവാംസ്താഭ്യോ വൃത്താന്തം തസ്യ വിസ്തരാൽ തുഷ്ടാവതം മഹാത്മാനം നാരീർ ദൃഷ്ട്വാ തഥോർവശി, നാരായണമുനിയുടെ ചരിത്രം അവരിൽ നിന്ന് വിസ്തരിച്ചു കേട്ട ദേവേന്ദ്രൻ ഉർവശ്യാദി ദേവാംഗനകളെ നോക്കിക്കൊണ്ട് മഹാത്മാവായ അദ്ദേഹത്തെ സ്തുതിച്ചു. നമ്മൾ നാരായണീയ മധുരം എന്ന രീതിയിലും എല്ലാ ദിവസവും ഭഗവത് കഥകൾ അനുസ്മരിക്കുന്നുണ്ട്. അപ്പം അതിൽ നാരായണീയത്തില് ആ നാരായണ മുനിയുടെ കഥ 16ാമത്തെ ദശകത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, അതേ സന്ദർഭത്തിൽ തന്നെയാണ് ചതുർത്ഥ സ്കന്ധത്തിൽ 17ാമത്തെ അധ്യായത്തിൽ ഈ നാരായണ മുനിയുടെ കഥ കേൾക്കുന്നത്. ഈശ്വര സങ്കല്പം. ഇന്ദ്രൻ സ്തുതിക്കുകയാണ്. അഹോധൈര്യം മുനേ കാമം തഥൈവച തപോബലം, എന്തൊരു ധൈര്യമാണ് മഹർഷിയുടേത് അല്ലേ? തപശക്തി അത്യത്ഭുതം. സ്വതപോബലം കൊണ്ട് ഏനോർവശ്യ സ്വതപസ താദൃഗ്രൂപ പ്രകൽപ്പിത. നോക്കൂ, തൻ്റെ തപോബലം കൊണ്ട് ഇതേപോലെ സുന്ദരികളായിട്ടുള്ള ഉർവശിമാരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതി സ്തുത്വാ പ്രസന്നാത്മാ ബഭൂവ സുരരാട് തഥാ, ഇങ്ങനെ ദേവേന്ദ്രൻ വളരെ സന്തോഷത്തോടു കൂടി മുനി സ്തുതിച്ചു. നാരായണ മുനിയോ നാരായണോപി ധർമാത്മാ തപസ്യഭിരതോ ഭവൽ, വീണ്ടും തപസ്സിൽ അഭിരമിച്ചു, അല്ലെങ്കിൽ തപസ്സിൽ തൽപരനായി തീർന്നു. ഇത്യേതൽ സർവമാഖ്യാതം മുനേർ വൃത്താന്തമത്ഭുതം നാരായണസ്യ സകലം നരസ്യ ച മഹാമുനേ. ഇങ്ങനെ ആ നാരായണ മുനിയുടെയും മഹാമുനിയായ നരന്റെയും അത്ഭുത കഥ ഞാനിതാ പറഞ്ഞു കഴിഞ്ഞു. തൗ ഹി കൃഷ്ണാർജുനൗ വീരോ ഭൂഭാരഹരണായ ച ജാതൗ തൗ ഭരതശ്രേഷ്ഠ ഭൃഗോ ശാപവശാദിഹ. ഹേ ഭരതശ്രേഷ്ഠ, ജനമേജയ, അവരാണ് ഭൂഭാരം തീർക്കാനായി ഭൃഗുശാപത്താൽ ഭൂമിയിൽ വീരവും കൃഷ്ണാർജുനവും, വീരന്മാരായ കൃഷ്ണനും അർജുനനുമായി പിറന്നത്, അവതരിച്ചത്. രാജാവ് സംശയം ചോദിക്കുകയാണ്. കൃഷ്ണാവതാരചരിതം വിസ്തരേണ വദസ്വമേ സന്ദേഹോ മമ ചിത്തേസ്തി
തം നിവാരയ മാനദ. ഹേ മാനദ, ഇവിടെ കൃഷ്ണാവതാര ചരിത്രം വിസ്തരേണ വദസ്വമേ, വിസ്തരിച്ചെനിക്ക് പറഞ്ഞു തരൂ. കാരണം അതിനെപ്പറ്റി സന്ദേഹോ മമ ചിത്തേ അസ്തി, എൻ്റെ ചിത്തത്തിൽ അസ്തി, എന്തുണ്ട്? സന്ദേഹങ്ങളുണ്ട്, സംശയമുണ്ട് ഈ കൃഷ്ണാവതാരവുമായി ബന്ധപ്പെട്ട്. അതിനെ തം നിവാരയമാനത, ഹേ മാന്യനായിരിക്കുന്ന മഹാമുനെ, അങ്ങ് അതിനെ വേണ്ടതുപോലെ മാറ്റിത്തരണം, അതിനെ നിവാരണം ചെയ്തു തരണം, സംശയത്തെ തീർത്തു തരണം. എൻ്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. സംശയങ്ങൾ എന്തൊക്കെയാ? യയോ പുത്രത്വമാപന്നൗ ഹര്യനന്ദൗ മഹാബലൗ, മഹാബലവാന്മാരായ ഹരിയും അനന്തനും ആരുടെ പുത്രന്മാരായി ജനിച്ചുവോ അവർ തന്നെ, ആ ദേവകീ വസുദേവൗതൗ, ആ ദേവകീ വസുദേവന്മാര് ദുഃഖഭാജൗ കഥം മുനേ, എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്? കംസേന നികടേ ബദ്ധൗ പീഡിതൗ ബഹുവത്സരാൻ, കംസന്റെ ആ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് വളരെ കാലം കഴിയേണ്ടി വന്നു. യയോ പുത്രോ ഹരിസാക്ഷാൽ തപസാ തോഷിതോ ഭവൻ. നോക്കൂ, ആരുടെ പുത്രന്മാരായാണോ ഭഗവാൻ ജനിച്ചത്, ആ ദേവകീ വസുദേവന്മാരെ കംസൻ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ച് അനേക വർഷം പീഡിപ്പിച്ചു. അവര് തപസ്സുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ച ആളുകളാണ്. എന്നിട്ട് പോലും അവർക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വന്നൂലോ, അതാണ് സംശയം. ജാതോസൗ മധുരായാം തു ഗോകുലേ സ കഥം ഗതാം, മധുരയിൽ പിറന്ന അദ്ദേഹം എങ്ങനെയാണ് ഗോകുലത്തിലേക്ക് എത്തിയത്? കംസം ഹത്വാ ദ്വാരവത്യാം നിവാസം കൃതവാൻ കഥം, കംസനെ കൊന്നതിനു ശേഷം അവിടെ ദ്വാരകയില് താമസമാക്കിയത് എങ്ങനെയാണ്? ഇങ്ങനെ ഇനിയും ഒരുപാട് സംശയങ്ങൾ ജനമേജയ മഹാരാജാവ് വേദവ്യാസന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പിന്നീട് നമ്മൾ കേൾക്കുക. അപ്പൊ ഏകദേശം ഈ അധ്യായം പൂർണ്ണമായും, അല്ലെങ്കിൽ പൂർണ്ണമായും ഈ അധ്യായം ജനമേജയന്റെ ചോദ്യങ്ങളാണ്. 28-ാമത്തെ ശ്ലോകം മുതൽ നാളെ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.